അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനിയുള്ള കൺസെപ്റ്റുകൾ വളരെ ഇപ്പോൾ നമ്മളൊരു ഡയഗ്രാം കാര്യങ്ങളൊക്കെ വരയ്ക്കും. അത് നമ്മൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ബേസാണ്. അപ്പോൾ ഇത് വ്യക്തമായവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ പഠിക്കുന്നത് എന്താ? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ. AAR, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ ആൻഡ് ടോട്ടൽ റവന്യൂ. അത് എന്തൊക്കെയാണെന്നുള്ള കൺസെപ്റ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടേബിൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ ടേബിളിൽ ആദ്യം ക്വാണ്ടിറ്റി സോൾഡ് ഒരു 1 2 3 വെച്ചിട്ട് 9 യൂണിറ്റ്സ് നമ്മൾ ക്വാണ്ടിറ്റി സോൾഡ് എഴുതി. അതിൻ്റെ ടോട്ടൽ റവന്യൂ നമ്മൾ വെറുതെ ജസ്റ്റ് ഇമാജിൻ എഴുതണ റവന്യൂ ആണ് കേട്ടോ. 1 ക്വാണ്ടിറ്റി സോൾഡ് ചെയ്തപ്പോൾ ടോട്ടൽ റവന്യൂ 10 വന്നു. 2 ക്വാണ്ടിറ്റി ആയപ്പോൾ 24, 3 ആകുമ്പോൾ 39, അങ്ങനെ എഴുതി. നമ്മൾ 9 ആയപ്പോൾ 81 വരെ ഒരു ക്വാണ്ടിറ്റി ഇമാജിൻ ചെയ്ത് എഴുതി. ഇതിൻ്റെ ആവറേജ് റവന്യൂ പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ഇക്വേഷൻ പറഞ്ഞു, ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ റവന്യൂ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി സോൾഡ്. അതായത് ഇവിടെ 10 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 10, 24 ഡിവൈഡഡ് ബൈ 2 12, 39 ഡിവൈഡഡ് ബൈ 3 13, 56 ഡിവൈഡഡ് ബൈ 4 14, അങ്ങനെ 81 ഡിവൈഡഡ് ബൈ 9 തന്നെ. ഇനി മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞു? ഈച്ച് അഡീഷണൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ റവന്യൂവിൽ വരുന്ന അഡീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? മാർജിനൽ റവന്യൂ. അതായത് ഇപ്പോൾ ആദ്യത്തെ നമ്മളിപ്പോൾ 0 യൂണിറ്റ്സ് ആണെന്നുണ്ട് കണക്കാക്കുമ്പോൾ 0ൽ നിന്ന് എന്തായി മാറി? 10 ആയി മാറിയില്ലേ? അതാണ് ഇവിടെ 10. പിന്നെ 10ൽ നിന്ന് എന്തായി മാറി? 24 ആയി. അപ്പോൾ 10ഉം 24ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 10ഉം 24ഉം തമ്മിൽ 14. അതാണ് ഇവിടെ വന്നുള്ളത്. പിന്നെ അടുത്തത് 24ഉം 39ഉം തമ്മിലുള്ള ഡിഫറൻസ് 15. അതാണ് ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഡിഫറൻസുകൾ കാണുക. അതായത് അഡീഷൻസ് വരികയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന. അവസാനം നെഗറ്റീവ് വരെ വന്നിട്ടുണ്ട്. 84 ഉള്ളത് പിന്നെ 81 ആയി. അതായത് ഒരു സ്റ്റേജ് വന്നപ്പോൾ അഡീഷൻസ് വരാണ്ടായി നമുക്ക്. അതാണ് മൈനസ് വന്നിട്ടുള്ളത്. ഇങ്ങനെ അഡീഷൻസ് വരുന്നത് നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി കൂടിയിട്ട് റവന്യൂ കുറയണ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മിനിമം ഒരു 3 ആൾ ജോലിക്ക് വേണം എന്ന് വിചാരിക്കുക. 3 ആൾ ഒരു ജോലിക്ക് 3 ആൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ 3 ആളെ വെച്ച് നമുക്കിങ്ങനെ ടൈറ്റായിട്ട് ജോലി ചെയ്യാം എന്തെങ്കിലും ഒരു കാര്യം. അതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 5 ആളെ വെച്ചാലും കുഴപ്പമില്ല, നമുക്ക് ഇത്തിരി കൂടി കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ 6 ആളെ വെച്ചു ആ ജോലി തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 10 ആളെ വെച്ചു. ആക്ച്വലി 3 ആളെ കൊണ്ട് ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോകണം. 5 ആളായപ്പോൾ നല്ല രീതിയിൽ ഒരാൾക്കും ബേർഡൻ ഇല്ലാത്ത രീതിയിൽ ആ ജോലി ചെയ്യാവുന്ന. 10 ആളായപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്താ? ഇവർ തമ്മിൽ നീ ചെയ്തോ ഞാൻ ചെയ്തോ അപ്പുറത്തെ ആൾ ചെയ്തോ അങ്ങനെ ആയിട്ട് ആരും ചെയ്യാത്തൊരവസ്ഥ വരും എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല? റിസൾട്ട് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ക്വാണ്ടിറ്റി സോൾഡ് എണ്ണം കൂടിയാലും ഇങ്ങനെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഉണ്ടാകുന്നൊരു ഇതാണ് പറയണത്. ഇപ്പോൾ അങ്ങനെ ക്വാണ്ടിറ്റി കൂടി വിചാരിച്ചിട്ട് റവന്യൂ കൂടണമെന്നില്ല നമുക്ക്. ചിലപ്പോൾ ആ സിറ്റുവേഷൻസിലാണ് മാർജിനൽ റവന്യൂ നെഗറ്റീവായി വരുന്നത്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ഡയഗ്രാം വരയ്ക്കുകയാണ് നമ്മൾ ചെയ്യാൻ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ സെൻറ്റിമീറ്ററൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വരച്ച് നോക്കി വെക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഡയഗ്രാം ഇത് രണ്ടും കൂടി ഒന്നിൽ നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം. ഈ ഡയഗ്രാം Y ആക്സിസിൽ നമുക്ക് രണ്ടും കാണിക്കാം. ആവറേജ് ആൻഡ് മാർജിനൽ റവന്യൂ, പിന്നെ ടോട്ടൽ AAR, MR, അങ്ങനെ ഷോർട്ട് ഫോം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം കേട്ടോ. AAR, MR മാർജിനൽ റവന്യൂ, TR എന്താണ്? ടോട്ടൽ റവന്യൂ. അങ്ങനെ 3 കൺസെപ്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടേബിളും ഡയഗ്രാം ഒക്കെ. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഇതിപ്പോൾ 2 ഡയഗ്രാം ആയിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതായത് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് 2 ഡയഗ്രാമായിട്ട് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആകെ വരകൾ പോലെയുള്ള ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കാനാണ് 2 ആക്സിസുകളൊക്കെ ആയിട്ട് വരച്ചിട്ടുള്ളത്. 2 ഡയഗ്രാം സെപ്പറേറ്റ്. അതായത് ഒന്നിൽ ടോട്ടൽ റവന്യൂ കാണിച്ചു. അപ്പോൾ നമ്മളുടെ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ടേബിള് ഇത് വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇത് Y ആക്സിസിൽ എന്ത് ചെയ്യണം?
ടോട്ടൽ റവന്യൂ എഴുതുക, ക്വാണ്ടിറ്റി സോൾഡ് എക്സ് ആക്സിസിൽ, എന്നിട്ട് എന്ത് ചെയ്യുക 1 2 3 അങ്ങനെ അടയാളപ്പെടുത്തുക, കറക്റ്റ് അളവിൽ അടയാളപ്പെടുത്തണം. അപ്പം നോക്കുമ്പോൾ ആ ഫിഗേഴ്സ് ടോട്ടൽ റവന്യൂവിന് 1 10ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക, 2 ആയപ്പോൾ 24ൻ്റെ അവിടെ മാർക്ക് ചെയ്യുക, 3 ആയപ്പോൾ 39, അങ്ങനെ ഇതൊക്കെ നമ്പേഴ്സ് നമ്മൾ എഴുതണം. അതിൻ്റെ അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം കിട്ടും ഈ ഷേപ്പിൽ. ആ ഷേപ്പ് കിട്ടാനാണ്, കറക്റ്റ് ഈ ഷേപ്പ് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സെൻറ്റിമീറ്ററൊക്കെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഡയഗ്രാം, എന്താ ഇങ്ങനെ ഈ ഡയഗ്രാം വന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ അത് എങ്ങനെ ഈ ഷേപ്പിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ഇല്ല. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു എന്ത് വെച്ചിട്ടുണ്ട്, ഒരു അസ്യൂം ചെയ്തിട്ട് ഒരു ടേബിൾ വരച്ചിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയും ടോട്ടൽ റവന്യൂ, അല്ലാണ്ട് അതിൻ്റെ പിന്നിൽ വേറെ കൺസെപ്റ്റുകളില്ല. നമ്മൾ അസ്യൂം ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ടേബിൾ നമ്മൾ ജോയിൻ ചെയ്ത് ടേബിളിനെ ഡയഗ്രാം ആക്കുമ്പോൾ ഈ ടൈപ്പിലുള്ള ഒരു ഡയഗ്രാമാണ് ടോട്ടൽ റവന്യൂവിന് വരിക. എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ റൈസ് ചെയ്ത് ഇപ്പോൾ നമ്മളൊരു ഹില്ലിൻ്റെ ഒരു മോഡൽ പോലെ ഇങ്ങനെ വന്നു, പിന്നെ അത് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു മോഡൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാണ്ട്. അപ്പോൾ ആ ടോട്ടൽ റവന്യൂവിന് ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള കർവ് വരുന്നു വിചാരിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഈ വൈ ആക്സിസിൽ ഒരു മിനിറ്റ് കേട്ടോ, ഓക്കെ, ആവറേജ് ആൻഡ് മാർജിനൽ റവന്യൂ ഈ സൈഡിൽ വയ്ക്കുക, ക്വാണ്ടിറ്റി സോൾഡ് എന്താ എക്സ് ആക്സിസിൽ കാണിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത പോലെ എന്ത് ചെയ്യണം, ടേബിളിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ടോട്ടൽ റവന്യൂവിനെ അടയാളപ്പെടുത്തി. ഇവിടെ ആദ്യം എന്ത് ചെയ്യുക, AR അല്ലേ രണ്ടാമത്തെ കോളത്തിലുള്ളത്, ആവറേജ് റവന്യൂവിനെ നമ്മളിങ്ങനെ പോയിൻ്റ് ചെയ്ത് ആവറേജ് റവന്യൂ ആദ്യത്തെ ക്വാണ്ടിറ്റി ഇത് 1 എടുത്തു കഴിഞ്ഞാൽ ആദ്യം ആവറേജ് റവന്യൂ 10ൽ അടയാളപ്പെടുത്തുക, ഒരു കുത്തിട്ട് പോവുക. ദെൻ അടുത്ത് എന്ത് ചെയ്യുക, 2ൽ എടുത്തിട്ട് 12 എടുത്ത് കുത്തിടുക. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ നമുക്ക് ആവറേജ് റവന്യൂവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. അതേപോലെ തന്നെ മാർജിനൽ റവന്യൂ, ക്വാണ്ടിറ്റി സോൾഡും ആവറേജ് റവന്യൂവും വരയ്ക്കുക. ആദ്യത്തേൽ ക്വാണ്ടിറ്റി സോൾഡും ടോട്ടൽ റവന്യൂവും വരയ്ക്കുക. മൂന്നാമത്തെ എന്താണ്, ക്വാണ്ടിറ്റി സോൾഡും മാർജിനൽ റവന്യൂവും വരയ്ക്കുക. ഇങ്ങനെ അപ്പോൾ 3നും 3 ഷേപ്പായിട്ടുള്ള ഡയഗ്രാംസ് ആണ് നമുക്ക് കിട്ടുക. ഇനി ഈ 3 ഡയഗ്രാംസിനെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അതാണ് ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ്. അത് ടേബിളിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, പക്ഷേ ടേബിളിനേക്കാൾ നമുക്ക് ഗ്രാഫാണ് കുറച്ചും കൂടി വ്യക്തത കിട്ടാൻ നമ്മൾ പറയും, നമുക്ക് പിക്ചേഴ്സാണ് നമുക്ക് ലെറ്റേഴ്സിനേക്കാളും അല്ലെങ്കിൽ ഫിഗേഴ്സിനേക്കാൾ കൂടുതൽ എന്തുണ്ടാക്കുക, വ്യക്തത ഉണ്ടാക്കാറ്, മനസ്സിലാക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ഷെയറിൻ്റെയൊക്കെ മാർക്കറ്റ് ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ, ചിത്രങ്ങൾ ഇങ്ങനെ കൂടി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണത്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പോണു. അപ്പോൾ അതിലെ ആദ്യത്തെ റിലേഷൻഷിപ്പാണ് പറയണത്. ഈ ടേബിളിനെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ഡയഗ്രാം കൺസെപ്റ്റ് മനസ്സിലായ ടേബിളിൻ്റെ കാര്യം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഡയഗ്രാം വെച്ചിട്ടാണ് പറയണത്. ഈ റിലേഷൻഷിപ്പാണ്, ഇങ്ങനെ 3 റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ടോട്ടൽ റവന്യൂ ഇൻക്രീസസ് ടിൽ ഔട്ട്പുട്ട് റീച്ചസ് OMI. OMI എന്ന് പറയുന്നത് ഇവിടെയാണ്, OMI ഞാനൊന്ന് കയറ്റി വെക്കട്ടെ, അപ്പോൾ തിരുകൂടി ഡയഗ്രാം ഇതൊക്കെ ഒരുമിച്ച്. ഓക്കെ, ഇതിൽ ആദ്യത്തെ റിലേഷൻഷിപ്പാണ് പറയണത്. ടോട്ടൽ റവന്യൂ ഇൻക്രീസസ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ഈ കർവാണ്, അത് ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടം വരെ നമുക്ക് ഇൻക്രീസാണ് കാണിക്കുന്നത്. അതായത് ഈ OM1 എന്ന് പറഞ്ഞ പോയിന്റ് വരെ എന്താണ്, ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. TR ഗോസ് ടു ഇൻക്രീസിങ് ടിൽ MR ഈസ് പോസിറ്റീവ്. MR എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ ഇവിടം വരെ പോസിറ്റീവ് ഫിഗറാണ്. അവിടെ ഇതിൽ കൂട്ടിയ 0 ആയി, പിന്നെ അത് ഇങ്ങോട്ട് താഴത്തേക്ക് നെഗറ്റീവായി. M എന്ന് പറഞ്ഞ ഈ പോയിന്റ്
ഈ എം ആർ എന്ന് പറഞ്ഞ പോയിന്റ് എക്സ് ആക്സിസിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് വരെയാണ് കണ്ട. ഇതും കണക്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ടോട്ടൽ റവന്യൂ ഈ പോയിന്റ് വരെ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അതായത് ഈ പോയിന്റിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു റിലേഷൻ കാണുകയാണ് നമ്മൾ. എന്ത് M1 ഈ എം ആർ കർവ് ഇവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ 0. എം ആർ കർവ് പോസിറ്റീവ് ആകുന്ന 0 ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവാണ്. ഇങ്ങോട്ട് താഴുമ്പോഴാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞത്. ഈ പോയിന്റ് MR മാർജിനൽ റവന്യൂ കർവ് പോസിറ്റീവ് ആകുന്ന വരെ നമ്മുടെ ടോട്ടൽ റവന്യൂ കർവ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട, അതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വര വരച്ച് കാണിച്ചിട്ടുള്ളത്. ഈ MR കർവ് പോസിറ്റീവ് ആകുന്നത് വരെ ടോട്ടൽ റവന്യൂ കർവ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ TR മാക്സിമം ആവണ എവിടെയാണ്, MR 0 ആവുന്ന സ്ഥലത്താണ്. മാർജിനൽ റവന്യൂ ഇവിടെ ഈ പോയിന്റിൽ MR എന്താണ്, MR = 0 ആണ് ഈ പോയിന്റിൽ. കണ്ട, ഈ 0-ലല്ലേ നമ്മൾ അടയാളപ്പെടുത്തുക. ഈ 0 ആവുന്ന സമയത്താണ് നമ്മുടെ ടോട്ടൽ റവന്യൂ ഏറ്റവും പീക്കിലെത്തുന്നത്, അതായത് ഹൈ എത്തുന്നത്. അതിനുശേഷം MR നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ ടോട്ടൽ റവന്യൂ എന്തായി മാറുന്നു, താഴേക്ക് ഡിക്രീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. MR നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ റവന്യൂ എന്ത് സംഭവിക്കുന്നു, ടോട്ടൽ റവന്യൂ ഡിക്രീസ് ആകുന്നു. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് പറയണത് എന്താണ്, MR പോസിറ്റീവ് ആകുന്നിടത്തോളം കാലം നമ്മുടെ ടോട്ടൽ റവന്യൂയും ഇൻക്രീസ് ചെയ്യുന്നു. MR 0 ആവുന്ന പോയിന്റിലാണ് ടോട്ടൽ റവന്യൂ ഏറ്റവും പീക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ MR നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ റവന്യൂ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് MRഉം TRഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയണത്. ഒന്നാമത്തെ റിലേഷൻഷിപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കണ്ടു നോക്കുക. ദെൻ TR increases at an increasing rate as long as MR is rising. MR ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇതിങ്ങനെ പെട്ടെന്നുള്ളൊരു MR ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റേജ് വരെയാണ് MR കർവ് നോക്കുക കേട്ടോ. MR കർവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ കുത്തനെയുള്ളൊരു കയറ്റം, പെട്ടെന്നുള്ളൊരു കയറ്റം വന്നു MR കൂടിക്കൊണ്ടിരിക്കുമ്പോൾ. ഇൻക്രീസിങ് റേറ്റിലാണ് ടോട്ടൽ റവന്യൂ. ഇനി TR റൈസസ് ഡിമിനിഷിങ് റേറ്റ്, MR ഫാൾസ്. MR ഇങ്ങനെ 0-ലെത്തുന്ന വരെ ഇത് ഇൻക്രീസ് കാണിക്കുന്നുണ്ട്. MR പീക്കിലെത്തണ വരെ ഭയങ്കര സ്പീഡിലാണ് കയറ്റുണ്ടായത്. ടോട്ടൽ റവന്യൂ ഭയങ്കര സ്പീഡിൽ കയറി. ഇനി MR 0 എത്തണ വരെ ഇതെന്തുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു താഴ്ന്ന നിലവാരത്തിലാണ് കയറുന്നത്. നമ്മളിപ്പോൾ എന്താണ്, ഒരു മല കയറാൻ നടക്കുമ്പോൾ പെട്ടെന്ന് ആവേശത്തിൽ ആദ്യം ഒരു കയറ്റം ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കിതച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറും, പക്ഷെ പതുക്കെ കയറുക എന്ന് പറയില്ലേ, അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. ടോട്ടൽ റവന്യൂൻ്റെ MRഉം തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ MR പീക്കിലെത്തുന്ന വരെ നമ്മുടെ ടോട്ടൽ റവന്യൂ എന്താണ്, ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, ഭയങ്കര റേറ്റിൽ പെട്ടെന്ന് കയറും. പിന്നെ MR താഴോട്ട് പോയി 0-ലെത്തുന്ന വരെ ഇൻക്രീസ് ഉണ്ട്, പക്ഷേ താഴ്ന്ന ഒരു ലെവലിലാണ്, കുറച്ച് അഡീഷൻസ് വരുള്ളൂ. ഇനി അടുത്തത് ARഉം MRഉം തമ്മിലുള്ള, അപ്പം മെയിനായിട്ട് ARഉം ടോട്ടൽ റവന്യൂ MRഉം തമ്മിലുള്ള 2 റിലേഷൻഷിപ്പാണ് ആദ്യത്തെ 2 പോയിന്റ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയണത് ARൻ്റെയും നമ്മുടെ ആവറേജ് റവന്യൂവിൻ്റെയും ഈ കർവിൻ്റെ റിലേഷൻഷിപ്പാണ് പറയുന്നത്. AR റൈസസ് as long as MR is greater than AR. AR കർവ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് റവന്യൂ കർവ് റൈസ് ചെയ്യുന്നുണ്ട്. എവിടം വരെ, MR കർവ് ഇതാണ് ആവറേജ് റവന്യൂ കർവ്. MR കർവിനേക്കാൾ മുകളിൽ നിൽക്കണ വരെ, ഈ AR കർവിനേക്കാൾ മുകളിൽ MR കർവ് വരണ വരെ എന്ത് ചെയ്യുന്നുണ്ട്, AR റൈസ് കൊണ്ടിരിക്കുക. ARഉം MRഉം തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് തൊട്ട് പിന്നെ ARന് എന്താണ്, കഷ്ടകാലം എന്ന് പറയുന്ന പോലെയാണ്. ARഉം MRഉം തമ്മിൽ കിട്ടിയപ്പോൾ അവിടെ നിന്ന് തൊട്ട് AR എന്താണ്, താഴോട്ടേക്ക് വന്നു തുടങ്ങി. ARന് ഒരു പുരോഗതി റൈസിങ് ഉണ്ടായിരുന്നത് MR മുകളിൽ നിൽക്കുന്ന സമയത്താണ്. MR ഇതിനേക്കാൾ മുകളിൽ പോകുന്ന സമയത്ത് AR റൈസിങ് ആയിരുന്നു. ARഉം MRഉം തമ്മിൽ ജോയിൻ്റ് ആയപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത സമയം തൊട്ട് AR എന്താണ്, താഴേക്ക് വരാൻ തുടങ്ങി. ഇതാണ് AR റൈസസ് സോ ലോങ് ആസ് MR ഈസ് ഗ്രേറ്റർ ദാൻ AR. MRനേക്കാൾ
എം ആർ എ ആറിനേക്കാൾ എം ആർ ഗ്രേറ്റർ ആയിരിക്കുന്ന സമയം വരെ എ ആറിന് ഇതായിരുന്നു ഇങ്ങനെ റേസിംഗ് ആയിരുന്നു. എ ആർ മാക്സിമം റേസിംഗ് ആയത് എന്താണ്, എ ആറും എം ആറും ഈക്വൽ ആവുന്ന പോയിന്റിലാണ്. വെൻ എം ആർ കട്ട് എ ആർ ആഫ്റ്റർ ഇൻ്റർസെക്ഷൻ ഓഫ് എ ആർ ആൻഡ് എം ആർ കർവ്സ് എ ആർ ഓൾസോ, രണ്ട് കർവും ഇത് ഓൾറെഡി ഇങ്ങനെ താഴോട്ട് കൊണ്ടിരിക്കുകയാണ്, ഇത് രണ്ടും കൂടി എന്തിലേക്ക് വന്നു, താഴ്ചയിലേക്ക് വന്നു. ഇതാണ് പറയുന്ന എക്സ്പ്ലനേഷൻ. ഞാൻ ടേബിളിൽ നോക്കിയാലും അറിയാം ഇവിടെ തമ്മിൽ എന്താണ്, നമ്മൾ ആദ്യം ഒരു സ്റ്റേജ് വരെ എന്താണ് ഇത് മാർജിനൽ റവന്യൂ നോക്കിയാൽ 10ആയി, 14 ഇൻക്രീസ്, പിന്നെ 15 പോയിൻ്റ് ഇൻക്രീസ്, 17 ഭയങ്കര റേറ്റിലാണ് ഒരു സ്റ്റേജ് വരെ എന്തുണ്ടാവുന്നത്, ഇൻക്രീസ് കാണിക്കുന്നത്. പിന്നെ 14 വീണ്ടും കുറഞ്ഞ് പിന്നെ 0യിലേക്ക് എത്തി, പിന്നെ നെഗറ്റീവിലേക്കാക്കി. ഇനി ഈ ഡയഗ്രാം ഒന്ന് എല്ലാവരും ഒന്ന് നോക്കി നോക്കുക, ഒന്നുകൂടി ഇത് വീഡിയോ 2 പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യമൊക്കെ കണ്ടു നോക്ക്. എന്നിട്ട് മനസ്സിലാവണില്ലെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യട്ടോ. ഓക്കെ.